ഞാനും എൻ്റെ കുരുപ്പും കൂട്ടുകാരിയും കൂടെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. നടന്ന് വഴി അവസാനിച്ചു. അവസാനം എൻ്റെ കൂട്ടുകാരി ഏതോ കാടിനുള്ളിലുള്ള വഴി തിരഞ്ഞെടുത്ത് അതിലേ പോകാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളും ഒന്നും ആലോചിക്കാതെ അതിൻ്റെ കൂടെ ചേർന്നു. നടന്ന് ഏതോ വീടിൻ്റെ വാതിക്കയിലെത്തി. ഏത് വീടാണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടിയുമില്ല. എന്നാലും വീണ്ടും നടന്നു. ഐസ്ക്രീമും തിന്നുകൊണ്ട് കുരുപ്പ് മുൻപേ പോകുന്നത് കണ്ടാൽ തോന്നും കുരുപ്പിന് ഈ വഴിയെല്ലാം വളരെ പരിചിതമാണ്. വെറുതെ. ഇടയ്ക്കിടയ്ക്ക് കുരുപ്പും കൂട്ടുകാരിയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ മുങ്ങിയോ അതോ പുറകെ ഉണ്ടോ എന്നറിയാനാണെന്ന് തോന്നി. അങ്ങനെ നടന്ന് കല്ലും മലയും പാറയും ഒക്കെ താണ്ടി ഞങ്ങൾ തറവാട് വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ തറവാട് വീട്. കാടിൻ്റെ ഉള്ളിൽ വീട് വെച്ചതാണോ അതോ വീട് കാടായി മാറിയതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. വഴി പോലും തെളിച്ചിടുന്നുമില്ല. ആരുണ്ടായിട്ടാ വഴി തെളിച്ചിടാൻ? ആർക്കറിയാം. പാമ്പും മരപ്പട്ടിയും ഒക്കെയാണ് ഇവിടുത്തെ താമസക്കാർ. വാടക കൊടുക്കണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ. ഞങ്ങൾ അവിടുന്ന് നടന്നപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം. ഇനി എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് റോഡെത്തണം. എങ്ങോട്ടെന്നറിയാതെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ നടന്ന് എവിടേക്കോ എത്തിച്ചേർന്നു. അപ്പോഴതാ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. എന്നാൽ അങ്ങോട്ട് പോയേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലെത്തിച്ചേർന്നു. മഴ കണ്ട തവളകളെ പോലെ മൂന്നും ആ വെള്ളച്ചാട്ടത്തിൽ തിമിർത്തു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ കുരുപ്പിനോട്, അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന്. എന്നാ പോയി പറ എന്ന ഭാവത്തോടെ വീണ്ടും കുരുപ്പ് വെള്ളത്തിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ആ വെള്ളച്ചാട്ടവും വെള്ളവും പാറയും ഒക്കെ കണ്ട് അങ്ങനെയിരുന്നു. അപ്പോൾ ഇതാ ഒരു കോൾ. നിങ്ങൾ എവിടെയാണ്? വിളിച്ചത് ഞങ്ങളുടെ കൂട്ടുകാരൻ ഫ്രെഡിയാണ്. ഫ്രെഡി കാറുമായി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഫ്രെഡി വളരെ ഗൗരവക്കാരനാണ്. ഞങ്ങളിവിടെ ഒരുപാട് വീഡിയോ ഫ്രെഡിയെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഫ്രെഡി യാതൊരു മാറ്റവുമില്ലാതെ മസിലും പിടിച്ച് അതുപോലെ തന്നെ ഇരിക്കുന്നു. യാത്ര ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ മുഖ്യമാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഫ്രെഡി ഇങ്ങനെ ഏറി പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ പല വഴിക്കും വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ടും പല രീതിയിൽ കോപ്രായം കാണിച്ചിട്ടും ഫ്രെഡി അനങ്ങുന്നു പോലുമില്ല. എന്താണ് ഈ ഫ്രെഡിക്ക് പറ്റിയത് അറിയില്ല. അവസാനം ഫ്രെഡി ഞങ്ങളോട് പറഞ്ഞു, വാ ചായ വാങ്ങിച്ചു തരാം, കുടിച്ചോളാൻ. ഞങ്ങൾ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ പോകുന്നു ഏതോ കാട്ടിനുള്ളിൽ കൂടി പിന്നെയും വീഡിയോ എടുക്കാൻ എന്ന വണ്ണം. യൂട്യൂബിൽ വീഡിയോ ഇടണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏതോ കാട്ടിലൂടെയൊക്കെ ഫ്രെഡി വിളിച്ചുകൊണ്ട് പോയി. വിജനമാണ് എന്നറിഞ്ഞിട്ടും ചുമ്മാ പച്ചപ്പും ഹരിതാപവും ഒക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഞാൻ ആദ്യമേ ഫോണുമായി ചാടി ഇറങ്ങി. ദേണ്ടേ ഫോൺ ഇവിടെ ഉണ്ടെന്ന് പോലും എക്സ്പ്രഷൻ ഇടാതെ വരുന്നു കൂട്ടുകാരിയും കുരുപ്പും. ഫ്രെഡി ആണെങ്കിൽ ഇവിടെ വളരെ ബിസിയാണ്. ഫോൺ കൊണ്ട് എന്തൊക്കെയോ സെർച്ച് ചെയ്യുകയാണ് ഫ്രെഡി. ഞങ്ങളിവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചിട്ടും ഫ്രെഡി ഒന്ന് അനങ്ങുന്നു പോലുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫ്രെഡി വളരെ സീരിയസ് ആണ്. കുരുപ്പാവട്ടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് മാറ്റി വിടുന്നുണ്ടെങ്കിലും വീണ്ടും കുരുപ്പ് ഫ്രണ്ടിൽ തന്നെ വരുന്നു. എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് ഞങ്ങൾ പലവട്ടം ചോദിച്ചിട്ടും അതുമാത്രം കുരുപ്പ് പറഞ്ഞില്ല. അവസാനം എന്തൊക്കെയോ കോപ്രായം കാണിച്ച് ഞങ്ങൾ ഒരു വീഡിയോ സെറ്റാക്കി. അതിനുശേഷം അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇത് ഞങ്ങളുടെ ഡാൻസ് ആണ് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞുകൊള്ളട്ടെ. വീണ്ടും വിജനമായ ആ വഴികളിലൂടെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി തമാശക്കാരനാണ് എന്ന് ഡ്രൈവർ ഫ്രെഡി പറയാൻ പറഞ്ഞു. ഡ്രൈവർ ഫ്രെഡി ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. ഇത്ര നേരം എങ്ങനെയാണ് ചിരി വരുന്നതെന്ന് പോലും ഫ്രെഡിക്ക് അറിയില്ലായിരുന്നു. കുരുപ്പാണെങ്കിൽ പുറകെ എന്തൊക്കെയോ കടന്ന് കാണിക്കുന്നുണ്ട്. കൂട്ടുകാരി പാട്ടൊക്കെ പാടുന്നുണ്ട്.
ഫ്രെഡി ഇപ്പോൾ നന്നായി വെട്ടി വീർക്കുന്നുണ്ട്. എന്തൊക്കെയോ കള്ളത്തരമുള്ള പോലെ. ഇനി ഒരേ ഒരു ലക്ഷ്യമെന്നത് കൂട്ടുകാരിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം. ഇതിനും കഷ്ടമാണ് ആ വഴികൾ. വിജനത കൂടിക്കൂടി വരുന്നു. ഇനി അങ്ങോട്ട് പോണോ എന്ന് ഫ്രെഡിയുടെ ചോദ്യത്തിന് കൂട്ടുകാരി ഇല്ലയിൽ നിന്റെ തല്ലി കാലൊടിക്കുമെന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രെഡി വേറൊന്നും നോക്കാതെ കൂട്ടുകാരുടെ വീടിന് ലക്ഷ്യം നോക്കി വണ്ടി ഓടിക്കുകയാണ്. ഇനിയും ഒരുപാട് കയറ്റങ്ങൾ, ഒരുപാട് ഇറക്കങ്ങൾ, കാട്, മല ഒക്കെ താണ്ടി വേണം കൂട്ടുകാരിയുടെ വീട്ടിലെത്താൻ. ഓരോ വഴി മുൻപോട്ട് പോകുമ്പോഴും ഈ വഴിക്കൊക്കെ ആൾതാമസമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡ്രൈവർ ഫ്രെഡി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഏത് കാട്ടിലാണ് നിങ്ങളുടെ കൂട്ടുകാരിയുടെ വീട് എന്ന്. എന്നിട്ടും പുഞ്ചിരിയോട് മാത്രമാണ് കൂട്ടുകാരി അതിന് മറുപടി നൽകുന്നത്. സത്യത്തിൽ കൂട്ടുകാരി മനുഷ്യൻ തന്നെയാണോ അതോ ഏതെങ്കിലും കാട്ടിൽ ജീവിക്കുന്ന മൃഗമാണോ എന്ന ഫ്രെഡിയുടെ ചോദ്യത്തിന് പല്ലുറുമ്മിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായി കീ 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 സൗണ്ട് ഇട്ടുകൊണ്ട് മറുപടി പറയുന്ന കൂട്ടുകാരിയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടി കുറേ ദൂരം കൂടി മുൻപോട്ട് പോയപ്പോൾ അവിടെവിടെയായി ഓരോരോ വീടുകൾ കാണുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമാണോ അവളുടെ വീട് എന്ന ചോദ്യത്തിന് ഇതിലൊന്നുമല്ല, ഈ റോഡിന് അവസാനം എവിടെ നിൽക്കുന്നു അവിടെയാണ് എൻ്റെ വീട് എന്നതായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ ഞങ്ങൾ അവളെ ഇറക്കി വിട്ടു. അപ്പോൾ വഴിയിൽ കണ്ടതാണ് ഒരു കൂട്ടം പട്ടികൾ. സുഹൃത്തുക്കളെ, ഇനി കാണും വരെ ബായ്.